ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഒമാൻ വാർത്തകൾ. ഒമാനിൽ പുതിയ വ്യവസായത്തിന് അംഗീകാരം. ബർക്ക കൊട്ടാരത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിൻ്റെ അധ്യക്ഷതയിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പുതിയ വ്യവസായ നയം 2040 അംഗീകാരം നൽകി. രാജ്യത്തിൻ്റെ വ്യവസായ മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നതും പ്രധാന സാമ്പത്തിക വൈവിധ്യവൽക്കരണം മാനദണ്ഡമാക്കുന്നതുമായ വ്യവസായ നയത്തിൻ്റെ ഭാഗമായി ഒമാനി വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ആധുനിക സാങ്കേതിക വിദ്യയും ഉപരിതല സൗകര്യങ്ങളും നടപ്പാക്കുകയും ചെയ്യും. വഖഫ് ഫണ്ടുകൾ നിക്ഷേപ രംഗത്ത് വിനിയോഗിക്കുന്നതിനായി ഒമാൻ എൻഡോമെൻ്റ് ഫൗണ്ടേഷൻ രൂപവൽക്കരിക്കാനും സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഉത്തരവിട്ടു. എക്സ്പ്രസ് യാത്രക്കാരുടെ ദുരിതം തുടരും. വീണ്ടും സർവീസുകൾ റദ്ദാക്കി. മസ്കറ്റിൽ നിന്നും വിവിധ കേരള സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ വീണ്ടും റദ്ദാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസ് ജൂൺ ആദ്യവാരത്തിലുള്ള നിരവധി സർവീസുകൾ റദ്ദാക്കിയതായി അറിയിച്ച് ട്രാവൽ ഏജന്റുമാർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർക്കുലർ അയച്ചു. നേരത്തെ റദ്ദാക്കപ്പെട്ട സർവീസുകൾക്ക് പുറമെയാണിത്. ജൂൺ 2, 4, 6 തീയതികളിൽ കോഴിക്കോട്ട് മസ്കറ്റ് സർവീസുകൾ, ജൂൺ 3, 5, 7 തീയതികളിലെ മസ്കറ്റ് കോഴിക്കോട് സർവീസുകൾ, ജൂൺ 1, 3, 5, 7 തീയതികളിലെ കണ്ണൂർ മസ്കറ്റ് കണ്ണൂർ സർവീസുകൾ, ജൂൺ 1, 3, 5, 7 തീയതികളിലെ തിരുവനന്തപുരം മസ്കറ്റ് തിരുവനന്തപുരം സർവീസുകൾ എന്നിവയാണ് റദ്ദാക്കിയത്. മെയ് 29, 31 തീയതികളിലെ കോഴിക്കോട് മസ്കറ്റ് സർവീസുകളും മെയ് 31, ജൂൺ 1 തീയതികളിലെ മസ്കറ്റ് കോഴിക്കോട് സർവീസുകളും നേരത്തെ റദ്ദാക്കിയിരുന്നു. മെയ് 30 തിരുവനന്തപുരം മസ്കറ്റ് തിരുവനന്തപുരം സർവീസും റദ്ദാക്കിയിട്ടുണ്ട്. മെയ് 31 കണ്ണൂർ മസ്കറ്റ് കണ്ണൂർ വിമാനവും സർവീസ് നടത്തില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരുന്നു. ജൂൺ 8, 9 തീയതികളിലുള്ള മസ്കറ്റ് കോഴിക്കോട് മസ്കറ്റ് തിരുവനന്തപുരം സർവീസുകൾ ലയിപ്പിച്ച ഒറ്റ സർവീസുകളായിരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് കോഴിക്കോട് വഴി മസ്കറ്റിലെത്തും. മസ്കറ്റിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം കോഴിക്കോട്ട് വഴി തിരുവനന്തപുരത്തും. ഇതുപ്രകാരം സമയങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. അവധിക്കാലത്ത് നാടണയുന്ന പ്രവാസികൾക്ക് മേലുള്ള ഇരുട്ടടിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ തുടർച്ചയായ സർവീസ് റദ്ദാക്കലുകൾ. പ്രവാസികളുടെ നാട്ടിലേക്കുള്ള യാത്ര ആശങ്കയിലായിരിക്കുകയാണ്. മറ്റ് വിമാന കമ്പനികളിൽ ഉയർന്ന ടിക്കറ്റാണ് എന്നതും പല ദിവസങ്ങളിലും ടിക്കറ്റുകൾ ലഭ്യമല്ല എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. വിമാനം നിർത്തലാക്കുകയോ അനന്തമായ അനിശ്ചിതത്വം സൃഷ്ടിച്ചുകൊണ്ട് സമയം മാറ്റുകയോ ചെയ്യുന്നത് യാത്രക്കാരിൽ തീർക്കുന്ന പ്രയാസം ചെറുതല്ല. ഗൾഫിലെ സ്കൂൾ അവധി, നാട്ടിലെ സ്കൂൾ അവധിക്ക് ഒമാനിലേക്ക് വന്നവരുടെ തിരിച്ചുപോക്ക്, ബലിപ്പെരുന്നാൾ എന്നിങ്ങനെയുള്ള അവസരങ്ങളിൽ ഉയർന്ന ടിക്കറ്റ് നിരക്ക് നൽകി നാട്ടിലെത്തേണ്ടവരാണ് യാത്രാ ദുരിതം മൂലം കഷ്ടത അനുഭവിക്കുന്നത്. ഒമാനിൽ വിസ മെഡിക്കലിന് ഇനി എക്സ്റേ ആവശ്യമില്ല. മെഡിക്കൽ ഫിറ്റ്നസ് എക്സാമിനേഷൻ സർവീസ് അവതരിപ്പിച്ച് ആരോഗ്യ മന്ത്രാലയം. പ്രവാസികൾക്കുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളുടെ ഇലക്ട്രോണിക് സർട്ടിഫിക്കേഷൻ സംവിധാനമായി മെഡിക്കൽ ഫിറ്റ്നസ് എക്സാമിനേഷൻ സർവീസ് അവതരിപ്പിച്ച് ആരോഗ്യ മന്ത്രാലയം. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻറ്ററിൽ നടന്നുകൊണ്ടിരുന്ന കോമക്സ് ഗ്ലോബൽ ടെക്നോളജി പ്രദർശനത്തിൽ ആരോഗ്യമന്ത്രി ഹിലാൽ ബിൻ അലി അൽ സാബ്തിയാണ് MFS സംവിധാനം ആരംഭിച്ചിരിക്കുന്നത്. മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് പ്രവാസികൾക്ക് ഓൺലൈനായി സ്വയം രജിസ്റ്റർ ചെയ്യാമെന്നത് MFS സംവിധാനത്തിൽ പ്രധാനപ്പെട്ടതാണ്. സനത് ഓഫീസുകൾ വഴിയും രജിസ്ട്രേഷൻ സൗകര്യമുണ്ടാകും. വഫീദ് പ്ലാറ്റ്ഫോം വഴി രേഖകൾ കൃത്യമാണോ എന്നും പരിശോധിക്കാം. നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും മെഡിക്കൽ പരിശോധനകളുടെ സമഗ്രത ഉറപ്പുവരുത്തുന്നതിനും MFS സേവനം ലക്ഷ്യമിടുന്നു. റോയൽ ഒമാൻ പോലീസ് വെബ്സൈറ്റ് വഴി വിസ നടപടികളും പൂർത്തിയാക്കാൻ സാധിക്കും. MFS സംവിധാനം മികച്ച സേവനം ഉറപ്പാക്കുന്നതിനൊപ്പം സമയനഷ്ടം ഒഴിവാക്കുന്നതിനും അധ്വാനം കുറയ്ക്കുകയും ചെയ്യും. വ്യാജ സർട്ടിഫിക്കറ്റുകൾ തടയുന്നതിനും ഈ സേവനം ഗുണം ചെയ്യുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. അതേസമയം നേരത്തെ മെഡിക്കൽ എടുക്കുന്ന ആളുകളുടെ ഫിംഗർ പ്രിൻ്റ്, ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്യുന്നത് അതാത് വിസ മെഡിക്കൽ സ്ഥാപനങ്ങളുടെ സ്വന്തമായുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചായിരുന്നു. എന്നാൽ MSF വഴി ഇനി ആരോഗ്യ മന്ത്രാലയത്തിൽ നേരിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. പുതിയ രീതി അനുസരിച്ച് വിസ മെഡിക്കലിന് ഇനി എക്സ്റേ എടുക്കേണ്ടതില്ല. പകരം ഇക്ര എന്ന പരിശോധനയാണ് പൂർത്തിയാക്കേണ്ടത്. രക്തപരിശോധന വിഭാഗത്തിൽ പെടുന്നതാണിത്. വിസ മെഡിക്കൽ കൂടുതൽ സുതാര്യമാക്കുന്നതിന് MSF സംവിധാനം ഗുണം ചെയ്യുമെന്ന് റൂബി ഹാനി ക്ലിനിക് വിസ മെഡിക്കലിലെ ഡോക്ടർ മയൂബ ബിയറി പറഞ്ഞു. വിസ മെഡിക്കൽ എടുക്കുന്ന പ്രവാസികൾക്കും ക്ലിനിക്കുകൾക്കും MFS വഴി നടപടികൾ കൂടുതൽ എളുപ്പമാക്കുമെന്നും ഡോക്ടർ മയാബു ബിയറി പറഞ്ഞു. 30 റിയാലാണ്
നിലവിൽ വിസ മെഡിക്കലിന് സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ ഈടാക്കുന്നത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ആരോഗ്യ മന്ത്രാലയം സ്റ്റാമ്പിംഗ് ഉൾപ്പെടെയുള്ള നിരക്കാണിത്. ദെങ്കിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികൾ അറസ്റ്റിൽ. തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച് 12 പ്രവാസികൾ അറസ്റ്റിൽ. ദാഹിറ ഗവർണറേറ്റ് റോയൽ ഒമാൻ പോലീസ് കമാൻഡ് എബ്രി യൂണിറ്റ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. വിവിധയിടങ്ങളിൽ നിന്നായി ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യക്കാരായ പ്രവാസികളെ പിടികൂടി. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ഒമാനിൽ കഴിയുന്ന പ്രവാസികളെ കണ്ടെത്തുന്നതിനായി തൊഴിൽ മന്ത്രാലയത്തിനും റോയൽ ഒമാൻ പോലീസിനും കീഴിൽ വ്യാപക പരിശോധനയാണ് നടന്നുവരുന്നത്. കഴിഞ്ഞ ദിവസം നിസ്വയിൽ നിന്നും 25 പ്രവാസികളെ പിടികൂടുകയും നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. കൃത്യമായ രേഖകളില്ലാത്തവരും ഉള്ള രേഖകളുടെ കാലാവധി പുതുക്കാത്തവരും നിയമ നടപടികൾ നേരിടുന്നവരിലുണ്ട്. ഒമാനിൽ പുതിയ ബജറ്റ് വിമാന കമ്പനിക്ക് ലൈസൻസ് അനുവദിക്കും. ഒമാനിൽ പുതിയ ബജറ്റ് കമ്പനികൾക്ക് കൂടി ലൈസൻസ് നൽകാൻ സിവിൽ ഏവിയേഷൻ വിഭാഗം താൽപ്പര്യമുള്ളവരിൽ നിന്നും നിക്ഷേപം ക്ഷണിച്ചിരിക്കുകയാണ് അധികൃതർ. നിലവിൽ ഒമാനിൽ നിന്നും ബജറ്റ് എയർലൈൻസായി സലാം എയറും ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയറും സർവീസ് നടത്തി വരുന്നുണ്ട്. 2017 സലാം എയർ സ്ഥാപിതമായത്. ഒമാൻ എയർ 2027 വരെയുള്ള വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ വർദ്ധിപ്പിക്കുകയും വ്യോമയാന മേഖലയിൽ ഒമാൻ കൂടുതൽ ശക്തമാവുകയുമാണ് അധികൃതർ ലക്ഷ്യം വെക്കുന്നത്. ഒമാനിൽ വിമാനയാത്രക്കാരിലും സർവീസുകളിലും വലിയ വർധനയാണ് അടുത്തയിടെ ഉണ്ടായിട്ടുള്ളതെന്ന് കണക്കുകൾ പറയുന്നു. യാത്രക്കാരിൽ കൂടുതൽ ഇന്ത്യക്കാരാണ്. സുഹറിൽ അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ച 18 വിദേശികൾ അറസ്റ്റിൽ. അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ച പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ വാത്തിന ഗവർണറേറ്റിൽ കോസ്റ്റ് ഗാർഡ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ബോട്ടുകളിൽ കടക്കാൻ ശ്രമിച്ച 18 പ്രവാസികളെ പിടികൂടിയത്. പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന ബോട്ടും പിടിച്ചെടുത്തു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. ഇതോടെ ഈ വാർത്ത അവസാനിച്ചു. അടുത്ത വാർത്തയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.